അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഒത്തിരി പഞ്ച് ഡയലോഗുമായി നമ്മുടെ ടൈം ലൈനിൽ വരാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു പഞ്ച് ഡയലോഗുമായി നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജസ്ഥാനിലെ വർഗീയ പരാമർശം ഉണ്ടായത്. നിങ്ങൾ UDF എന്തോ വോട്ട് ചെയ്താൽ അവർ ജയിച്ചാൽ എന്തോ വീതിച്ചു കൊടുക്കുന്നു, പകരം വെച്ചു കൊടുക്കുന്നു, വിറ്റു കൊടുക്കുന്നു, എന്തൊക്കെ ഡയലോഗ് അടിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട സാഹിബ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ ആർക്കൊക്കെ കൂട്ട് നിന്നാലും, നിങ്ങൾ എത്ര വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയാലും, എത്ര വലിയ സൗഹൃദ സംഭാഷണങ്ങൾ നിങ്ങൾ നടത്തിയാലും, 8-9 കൊല്ലമായി ഞങ്ങളിപ്പോൾ നിങ്ങളുടെ കീഴിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് സമൂഹത്തിന് എല്ലാവർക്കും അറിയാം. നല്ലതായ കാര്യങ്ങൾ എടുത്തു മാറ്റി അശ്ലീലതകൾ അഭിനയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരുക്കുകയാണ്. നിങ്ങൾ ആരെയാണ് ഇത്രമേൽ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാണ് ഇത്രമേൽ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വിലക്കേർപ്പെടുത്തിയത്? അവർ പലതവണ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ വിസ നിഷേധിച്ചത്? നിങ്ങൾക്ക് ഭയമാണ്. കാരണം ത്രിപുരയിലെ മുസ്ലിമീങ്ങളുടെ 16 പള്ളികളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അടിച്ചു തകർത്ത ഫാസിസ്റ്റ് ഭീകരാക്രമണത്തിന്റെ നേർ ചിത്രങ്ങളെ വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ യഥാവിധി കാണിച്ചു കൊടുത്ത അൽ ജസീറയെ നിങ്ങൾ പേടിക്കണം. എന്തിനാണ് നിങ്ങൾ ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെ പലതവണ തുറുങ്കിലടച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ BBC ഇത്രമേൽ ഭയപ്പെടുന്നത്? ഗുജറാത്ത് കലാപം വ്യക്തമായി ചിത്രീകരിച്ചത് കൊണ്ടാണോ? നിങ്ങളുടെ മുഖംമൂടി വലിച്ചു കീറിയത് കൊണ്ടാണോ? സ്വതന്ത്രമായി വർത്തിക്കുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിവയ്ക്കൊപ്പം സ്വതന്ത്രമായ മാധ്യമധർമ്മം കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയെ എണ്ണപ്പെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് സത്യം വിളിച്ചു പറയുന്ന നാവുകളെ അരിയാൻ ശ്രമിക്കുന്നത്, അവരെ വേട്ടയാടുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ, മാധ്യമ സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായി ഭരണകൂടത്തിന് പിന്താങ്ങി നടക്കുമ്പോൾ, അവരുടെ മൂടും താങ്ങി നടക്കുമ്പോൾ, അവരുടെ നെഞ്ചിലെ ചൂടേറ്റ് സുഖസുന്ദരമായി ജീവിക്കുമ്പോൾ വെറും 29കാരൻ തന്റെ മാധ്യമ പോർട്ടലുകളിലൂടെ എല്ലാ പരിമിതികളെയും മറികടന്ന് മനോഹരമായ സാധാരണ സമൂഹത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും വിധത്തിൽ കാര്യങ്ങൾ ഹിന്ദി ഭാഷയിൽ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭാഷയായ ഹിന്ദി ഭാഷയിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ വൃത്തികേടുകളെയും അഴിമതികളെയും കേന്ദ്ര സർക്കാരിന്റെ സർവ്വ മുഖമൂടികളെയും വലിച്ചീറിക്കൊണ്ടിരിക്കുന്ന 29കാരനെ ദുർവ്രാഠിയെ നിങ്ങൾ എന്തിനാണ് ഇതിന് മാത്രം ഭയപ്പെടുന്നത്? എന്തിനാണ് അദ്ദേഹത്തിന് നേരെ നിങ്ങൾ സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്? നിങ്ങൾക്ക് ഭയമാണ്. കാരണം നിങ്ങളുടെ അജണ്ടകൾ വർഗീയതയാണ്. മാന്യതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ മുഴുവനും മതത്തിന്റെ പേര് പറഞ്ഞ് മതസ്പർദ്ധ വളർത്തി വർഗീയമായി മനുഷ്യരെല്ലാവരും തിരിച്ച് നശിപ്പിക്കാനുള്ള നിങ്ങളെ ഉള്ള അജണ്ടകളെ ജനം മുഴുവനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ ധ്രുവറാട്ടിയുടെ തമിഴിലും മലയാളത്തിലുമുള്ള ഡബ്ഡ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളെ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സുരേന്ദ്രൻജി മനോഹരമായി പറയുന്ന ഒരു പ്രസ്താവന നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 2014 ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ സർക്കാർ തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ? 10 കൊല്ലമായിട്ട് തിന്നിട്ടില്ല, തീറ്റിച്ചിട്ടില്ല. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നാം ഓരോരുത്തരുമാണ്. നമുക്കിവിടെ ജീവിക്കണം. ജനിച്ചത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മരിക്കണം. മനുഷ്യനായി കാണുന്ന, ജനങ്ങളെ സേവിക്കുന്ന, നല്ല നിലയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ, നമ്മുടെ മുൻഗാമികളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മുന്നണിയെ, ഒരു നേതാക്കളെ, ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ വിജയിപ്പിച്ച് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.